ഇഷ്യൂസ് ഇൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന സിക്സ്ത് സെമ്മിൻ്റെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ കോർ പേപ്പറിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂളാണ് ഇനി നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ മൊഡ്യൂൾ അതർ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഇൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്നതാണ്. ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിലെ സ്റ്റേറ്റ് അല്ലാത്ത അതർ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ നമുക്ക് 3 ഏരിയയാണ് പഠിക്കാനുള്ളത്. ഒന്ന്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളെക്കുറിച്ചാണ്. അത് വേൾഡ് ബാങ്കും IMFഉം WTO ആണ് അതിലുള്ളത്. മറ്റൊന്ന് ന്യൂ ആക്ടേഴ്സാണ്, ബ്രിക്സും G20 ആണ്. മറ്റൊന്ന് മൾട്ടിനാഷണൽ കോർപ്പറേഷനും ട്രാൻസ്നാഷണൽ കോർപ്പറേഷനുമാണ്. ഈ 3 അതർ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ആദ്യമായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായ വേൾഡ് ബാങ്കിനെ കുറിച്ചാണ്. അതിനുശേഷം IMFനെ കുറിച്ച്, പിന്നെ WTOനെ കുറിച്ച് നമുക്ക് പറയാം. ആദ്യമായിട്ട് വേൾഡ് ബാങ്കിനെ കുറിച്ചാണ് പറയുന്നത്. 1944 ബ്രിട്ടൻ വുഡ് കോൺഫറൻസിലാണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനൊപ്പം IMFനൊപ്പം ലോക ബാങ്കും സ്ഥാപിതമായത്. വികസ്വര രാജ്യങ്ങളിലെ സർക്കാരുകൾക്ക് വികസന പദ്ധതികൾക്കായിട്ട് വായ്പകളും ഗ്രാൻറ്റുകളും നൽകുന്ന ഒരു അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനമാണ് ലോക ബാങ്ക്. അടിസ്ഥാന സൗകര്യം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, കൃഷി, പരിസ്ഥിതി തുടങ്ങിയ മേഖലകളിലെ പദ്ധതികൾക്ക് ധനസഹായം നൽകിക്കൊണ്ട് ദാരിദ്ര്യം കുറയ്ക്കാനും സുസ്ഥിര വികസനത്തിനും ഇത് ലക്ഷ്യമിടുന്നു. ലോക ബാങ്ക് ഗ്രൂപ്പിൽ 5 സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നു. അതാണ്: ഒന്ന്, ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് IBRD, മറ്റൊന്ന് ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ IDA, മറ്റൊന്ന് ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ IFC, മറ്റൊന്ന് മൾട്ടിലേറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി MIGA, മറ്റൊന്ന് ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്പ്യൂട്ട് ICSID. ഇത്രയും 5 സ്ഥാപനങ്ങളാണ് ലോക ബാങ്കിനുള്ളത്. ലോക ബാങ്കിൻ്റെ മൊത്തത്തിലുള്ള ദൗത്യത്തിനുള്ളിൽ ഓരോ സ്ഥാപനത്തിനും അതിൻ്റേതായ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. അവയാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഒന്നാമത്തത്, ഈ 5 സ്ഥാപനങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിലൊന്നാമത്തത് IBRD, ദ ഇൻ്റർനാഷണൽ ബാങ്ക് ഓഫ് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. യൂറോപ്പിനെ പുനർനിർമ്മിക്കാൻ സഹായിക്കുന്നതിനായിട്ട് 1944 ഇത് സ്ഥാപിതമായത്. നിലവിൽ 158 അംഗരാജ്യങ്ങളുണ്ട്. IBRD അന്താരാഷ്ട്ര മൂലധന വിപണിയിൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ട് ശേഖരിക്കുകയും ലോകമെമ്പാടുമുള്ള വികസ്വര രാജ്യങ്ങളുടെ വികസന പദ്ധതികൾക്കായിട്ട് വായ്പയും സാങ്കേതിക സഹായവും നൽകുകയും ചെയ്യുന്നു. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. അന്താരാഷ്ട്ര മൂലധന വിപണിയിൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ട് ശേഖരിക്കുന്നു. അതിനുശേഷം ലോകമെമ്പാടുമുള്ള ഈ അവികസിത രാജ്യങ്ങളെയും വികസ്വര രാജ്യങ്ങളെയും ആ രാജ്യങ്ങളിലെ ഈ 3ാം ലോക രാജ്യങ്ങളിലെ വികസന പദ്ധതികൾക്കായിട്ട് വായ്പയും സാങ്കേതിക സഹായവും നൽകുകയാണ് ഇവർ ചെയ്യുന്നത്. മറ്റൊന്ന് ദ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷനാണ്, IDA. 1960 IDA സ്ഥാപിതമായത്. നിലവിൽ 172 രാജ്യങ്ങൾ അംഗത്വമുണ്ട്. IDAയുടെ പ്രാഥമിക ലക്ഷ്യം ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യലാണ്. അതിനാൽ ലോകത്തിലെ ഏറ്റവും ദാരിദ്ര്യ രാജ്യങ്ങളുടെ ഉപജീവന മാർഗ്ഗങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ ശാക്തീകരിക്കുന്നതിനും പലിശരഹിത വായ്പകളും ഗ്രാൻറ്റുകളും അവർക്ക് നൽകുന്നു. ഇത്തരം രാജ്യങ്ങൾക്ക്, 3ാം ലോക രാജ്യങ്ങൾക്ക് നൽകുന്നു. കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിലേക്കും ഇതിൻ്റെ പിന്തുണ നൽകുന്നു. അങ്ങനെ ഈ രാജ്യങ്ങളിലെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. മറ്റൊന്ന് ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനാണ്, IFC. 1956 സ്ഥാപിതമായതും 184 രാജ്യങ്ങൾ അംഗങ്ങളുമായതുമാണ് IFC. വികസ്വര രാജ്യങ്ങളിൽ സ്വകാര്യ മേഖലയിലെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇത് നിർണായക പങ്കുവഹിക്കുന്നു. അതാണ് അതിൻ്റെ ലക്ഷ്യം. സ്വകാര്യ മേഖലയിലെ നിക്ഷേപമാണ്, വികസ്വര രാജ്യങ്ങളിലെ സ്വകാര്യ മേഖലയിലെ നിക്ഷേപമാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കലാണ് ഇതിൻ്റെ ലക്ഷ്യം. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനും പാരിസ്ഥിതികവും സാമൂഹികവുമായ സുസ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനും നിക്ഷേപങ്ങൾ സുഗമമാക്കുന്നതിനും സ്വകാര്യ കമ്പനികളുമായും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ടും ഇത് സഹകരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല.
മറ്റൊന്ന് മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസിയാണ് MIGA. 1888 രൂപീകരിച്ച MIGA വികസ്വര രാജ്യങ്ങളിൽ ബഹുമുഖ വിദേശ നിക്ഷേപത്തിന് ഗ്യാരണ്ടി ഏജൻസിയായിട്ട് പ്രവർത്തിക്കുന്നു. 179 അംഗരാജ്യങ്ങളാണ് ഇതിനുള്ളത്. നിക്ഷേപകർക്കുള്ള അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിലൂടെ സാമ്പത്തിക സ്ഥിരതയും വളർച്ചയും MIGA പ്രോത്സാഹിപ്പിക്കുന്നു. അതുവഴി ഇൻഫ്രാസ്ട്രക്ചർ, കൃഷി, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ നിർണായക മേഖലകളിൽ അതിർത്തി കടന്നുള്ള നിക്ഷേപം സുഗമമാക്കുന്നു. ബഹുമുഖ വിദേശ നിക്ഷേപത്തിലൂടെ ഗ്യാരണ്ടി വാഗ്ദാനം ചെയ്യുന്നതിലൂടെയും വികസന പദ്ധതികളിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വൈദഗ്ധ്യവൽക്കരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നതിനെ MIGA പ്രോത്സാഹിപ്പിക്കുന്നു. മറ്റൊന്ന് ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്പ്യൂട്ടാണ് ICSID. അന്താരാഷ്ട്ര നിക്ഷേപ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് ICSID. 140-ലധികം അംഗരാജ്യങ്ങളുള്ള ICSID അന്താരാഷ്ട്ര നിക്ഷേപ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മധ്യസ്ഥതയ്ക്കുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് പ്രവർത്തിക്കുന്നു. നിക്ഷേപവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ ന്യായവും സുതാര്യവുമായ പരിഹാര സംവിധാനം ഉറപ്പാക്കുന്നു. ഇതിലൂടെ നിയമവാഴ്ച ഉയർത്തിപ്പിടിക്കുകയും നിക്ഷേപ സ്ഥിരത പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ICSID നിക്ഷേപകരുടെ ആത്മവിശ്വാസം വളർത്തുകയും ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ചാണ്. ബോർഡ് ഓഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്നതാണ് ഇതിൻ്റെ ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിനെക്കുറിച്ചാണ് നമുക്കിനി പറയാനുള്ളത്. ലോകബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ബോർഡ് ഓഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്ന സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഇനി നോക്കുന്നത്. ഒന്ന്, ബോർഡ് ഓഫ് എക്സിക്യൂട്ടീവിൻ്റെ ഘടനയാണ്. ബാങ്കിൻ്റെ അംഗരാജ്യങ്ങളെയോ ലോകബാങ്കിൻ്റെ അംഗരാജ്യങ്ങളെയോ രാജ്യങ്ങളുടെ ഗ്രൂപ്പുകളെയോ പ്രതിനിധീകരിക്കുന്ന 25 എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ അടങ്ങുന്നതാണ് ഈ ബോർഡ്. യുണൈറ്റഡ് സ്റ്റേറ്റ്, ജപ്പാൻ, ചൈന, ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം എന്നിവയുൾപ്പെടെ ഏറ്റവും വലിയ ഓഹരി ഉടമകൾ ഓരോ എക്സിക്യൂട്ടീവ് ഡയറക്ടറെ നിയമിക്കുന്നു. മറ്റു രാജ്യങ്ങളെ നിയോജക മണ്ഡലങ്ങളായിട്ട് തരംതിരിക്കുകയും ഓരോ നിയോജക മണ്ഡലവും ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടറെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ 25 എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരാണ് ഇതിനുള്ളത്. മറ്റൊന്ന് ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങളാണ്. ലോണുകൾ നൽകുന്നു, ഗ്രാൻറ്റുകൾ നൽകുന്നു, പോളിസികൾ നൽകുന്നു, നിർദ്ദേശങ്ങൾ നൽകുന്നു. അങ്ങനെ ഇതൊക്കെയാണ് ഇവരുടെ ഉത്തരവാദിത്തം. അവർ സാമ്പത്തിക ബജറ്റ്, സാമ്പത്തിക പ്രസ്താവനകൾ, പ്രവർത്തന നയങ്ങൾ എന്നിവ അവലോകനം ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. തീരുമാനമെടുക്കൽ അതിൻ്റെ പ്രക്രിയ എന്ന് പറയുന്നത് ലോകബാങ്കിൽ തീരുമാനങ്ങൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുടെ സമവായത്തിലൂടെയാണ് എടുക്കുന്നത്. നയപരമായ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തീരുമാനം ഡയറക്ടർമാർക്കിടയിൽ വോട്ടെടുപ്പിലൂടെയാണ് നടക്കുന്നത്. ഇതിൻ്റെ യോഗങ്ങൾ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനുമായിട്ട് ബോർഡുകൾ സാധാരണയായിട്ട് ആഴ്ചയിൽ യോഗം ചേരും. വികസന പദ്ധതികൾ, നയപരിഷ്കരണങ്ങൾ, സാമ്പത്തിക തന്ത്രങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ഈ മീറ്റിങ്ങുകൾ തീരുമാനിക്കുന്നു. ലോകബാങ്കിനുള്ളിൽ സുതാര്യത, ഉത്തരവാദിത്വം, നല്ല ഭരണം എന്നിവ ഉറപ്പാക്കുന്നതിൽ ബോർഡുകൾ നിർണായക പങ്കുവഹിക്കുന്നു. അവർ അംഗരാജ്യങ്ങളുടെ താൽപ്പര്യങ്ങളെ പ്രതിനിധീകരിക്കുകയും ബാങ്കിൻ്റെ വികസന ലക്ഷ്യങ്ങൾ ഫലപ്രദമായി കൈവരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അടുത്തത് നമുക്ക് IMF ആണ്. അടുത്ത വീഡിയോയിൽ പറയാം.